ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ പുതിയ ഓണാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീടും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം. നമുക്ക് നേരെ ഒന്ന് കുളിച്ച് റെഡിയായി വിളക്ക് കത്തിച്ച് അടുക്കളയിലെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഗൈസ്, നമ്മുടെ മെയിൻ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും നടന്നാൽ മതി നമുക്ക് വീട്ടിലെത്താൻ. നമ്മൾ വണ്ടിയെ കയറും. എന്താണ് നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും സ്പോട്ടാണ് ഫ്രണ്ടിൽ. ഇത്രയും ഒരു ഏരിയ മുറ്റം തന്നെയാണ്. പിന്നെ ലൈറ്റ് ഓഫ് ആക്കിയില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓവറോൾ ലുക്ക്. നമ്മൾ കുറച്ച് ഭാഗം കട്ട നിരത്തിയിട്ടുണ്ട്. ഇത് തന്നെ ഹൗസ് വാമിനാണ്. ഇന്ന് ലൈറ്റ് കാര്യമൊന്നും അവർ കൊണ്ടുപോയിട്ട് പോലും ഇല്ല. ഞാൻ ഇതൊക്കെ റെഡി ആയിട്ട് ഒന്നുകൂടെ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. നമുക്ക് അടുക്കളയിൽ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയായി എന്ന്. സ്റ്റിൽ നമ്മുടെ ഹോം. അയ്യോ ചെളിയോട്ട് കയറ്റി. ചായ അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. ഓണത്തിന് ഞാൻ ഗോൾഡൻ ബ്ലൗസും സെറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത്. സെറ്റ് സാരിയും കഴിഞ്ഞ ഓണത്തിന് ഇത് തന്നെയാണ് എടുത്തത്. അപ്പോൾ എന്താണ് നമ്മുടെ കുട്ടി വിശേഷമാണ്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നുമില്ല. വീട്ടിലെല്ലാവരും വരും, സദ്യ ഒരുക്കും, അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, പിന്നെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുക, അതൊക്കെയാണ്. ഇപ്പോൾ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഇൻട്രോയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ കോലം എന്തായിരുന്നു എന്ന്. ആ കോലം മാറി ഇപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സാരിയെല്ലാം എടുത്ത് സെറ്റായി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും തുടക്കം കുറിക്കാം. നമ്മൾ ആദ്യം തന്നെ പായസം ഉണ്ടാക്കിയാണ് തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഒരു 80 പേർക്കടുത്ത് പായസം ഉണ്ടാക്കുന്നുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം നമ്മൾ പായസമാണ് കൊടുക്കുന്നത്. സദ്യ നമ്മൾ വീട്ടിലുള്ളവർക്ക് മാത്രമാണ് കഴിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഗണപതിയോട് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളെല്ലാം മാറാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ പായസത്തിലേക്ക് കിടക്കാം. നമ്മൾ ഉരുളി വെച്ച് പായസം, പാലൊഴിച്ച് പാൽ തിളച്ച് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അടയെല്ലാം പുഴുങ്ങാട വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് ഭയങ്കര പ്രോസസ്സാണ്. കാരണം ഈ ചട്ടിയിലേക്ക് തീ കൊടുത്താൽ പിന്നെ ഭയങ്കര ഹീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കിയില്ലെങ്കിൽ നമ്മൾ ഇടുന്ന സാധനം അടി പിടിക്കും. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പോൾ മറ്റേ അടപ്രഥമൻ്റെ കവറിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അട അല്ലാണ്ട് വേവിക്കാൻ വെക്കുന്നത്. എന്നാലാണ് നമുക്ക് ഇതിനെ കടിക്കാൻ തരി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. എന്നാൽ കൈവിടാണ്ട് പായസം ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രോസസ്സാണ്. ഓണത്തിന് വിഷുവിനൊക്കെ ഒരു പ്രധാന ഘടകം തന്നെ ഇതിലുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് 2 കവർ പാലിന് 1 കവർ വെള്ളം അങ്ങനെ രീതിയിൽ എടുത്തിട്ടാണ് അവസാനമാണ് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന എല്ലാ പാലും ആഡ് ചെയ്യുകയാണ്. ഇനി അത് ഇളക്കി കൊടുക്കാതെ വേവണോടം വരെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട അടകൾ. ഇത് നമ്മൾ അട വേവിക്കുന്നത് കുക്കറിലിട്ടൊന്നുമല്ല വേവിക്കുന്നത്. ചൂടൻ വെള്ളത്തിലേക്ക് ഈ അട പൊട്ടിച്ചിട്ട് 15 മിനിറ്റ് മൂടി വെച്ച് അട സൂപ്പറായിട്ട് വെന്തിട്ടും കുഴയാണ്ട് അതിൻ്റെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, 2 അട കവറ്, പിന്നെ അടപ്രഥമൻ്റെ ഒരു 8 പാക്കറ്റ് മിച്ചം കവർ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം ഒരു കുറവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കി സാമ്പാർ, അവിയൽ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇതൊരു രാവിലെയാണ്. അത് കുളിച്ച് കഴിഞ്ഞ് നമ്മൾ സാരിയെല്ലാം മാറിയിട്ട് പാചകത്തിന് വേണ്ടി പായസം ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ടോ പച്ചക്കറി ഇതിലുള്ള സാധനങ്ങളെല്ലാം ഉരുക്കി പെറുക്കി സാമ്പാറായിട്ടുണ്ട്. അവിയലിനുള്ള സാധനമാണ് ഞാനിപ്പോൾ അവിയലായിട്ടുണ്ട്. സാമ്പാറിനുള്ള കാര്യമാണ് ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഓണം ആദ്യമായിട്ടാണ് ഓണത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഫസ്റ്റ് ടൈമാണ്. ബാക്കിയെല്ലാം പുറകെ സപ്പോർട്ട് ചെയ്യുന്ന ആളുള്ളതുകൊണ്ട് നമ്മളതൊന്നും അറിയാറില്ല. കുളിക്കുക, റെഡിയാവുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പരിപാടികളായിരുന്നു നമ്മുടെ എന്നും. ഇന്നിപ്പോൾ അമ്മയുണ്ട്, അമ്മയെല്ലാം ചെയ്തു തന്നു. നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. എങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. പുതിയൊരു ഓണം, പുതിയ വീട്, പുതിയ കാര്യങ്ങൾ, അന്തരീക്ഷം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട്. എനിക്ക് പോലും അറിയത്തില്ല. സന്തോഷമാണ് രാവിലെ തൊട്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു വേറെ എന്തെങ്കിലും പണിക്ക് വെക്കോ, കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ പകുതി മുക്കാലും പണിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടുന്ന് പെണ്ണ് വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്. അപ്പോൾ അവരെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് അവരെ വിളിക്കാൻ പോകണമാണ്. അങ്ങനെ
പിന്നെ എനിക്ക് 2 പ്രശ്നം പറ്റിയായിരുന്നു. മറ്റേ എൻ്റെ ഹോം ടൂർ മറ്റേ പാലുകാച്ചലിൻ്റെ വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്നിട്ട് നമുക്ക് ഭയങ്കര ഇനി എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയാലേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലാഗ് ചെയ്ത് നിർത്തിയത്. ഭയങ്കര സ്ലോയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റേതായ സമയം എടുക്കുന്നുണ്ട്. നമ്മൾ തോരൻ വെക്കുന്ന മുട്ടക്രൂസാണ്. പിന്നെ ഇതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ ഇന്നലെ മേടിച്ചാണെങ്കിൽ തക്കാളി ചീഞ്ഞു പോയി. പിന്നെ ചുമന്നുകിഴങ്ങ് തോരനുണ്ട്. ചുമന്നുകിഴങ്ങ് തോരൻ പിന്നെ ഇന്നെടുക്കുന്നില്ല, നാളത്തേക്ക് തന്നെ മാറ്റി വെച്ചു. നമ്മുടെ ഫുഡെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. സമയവും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. തോരൻ, സാമ്പാർ, കാളൻ, അച്ചാർ, അവിയൽ, പപ്പടമുണ്ട്, പായസമുണ്ട്, പഴമുണ്ട്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കഴിക്കാനുള്ള തിരക്ക് കാരണം. പിന്നെ വാവക്കുട്ടൻ ഓരോന്നോരോന്നായിട്ട് നശിപ്പിച്ചു. പിന്നെ നമ്മുടെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനും വാവക്കുട്ടൻ റെഡിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ഈ വർഷത്തെ ഓണം എപ്പോഴും സ്പെഷ്യലാണ്. മറക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെയാണ് എപ്പോഴും. കസാരകളിയും ഫുഡും കാര്യങ്ങളെല്ലാം ആയിട്ട് ചിൽ വൈബായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.